വയനാട് ബാവലിയിൽ എക്സൈസ് ഉദ്യോഗസ്ഥനെ വാഹനം ഇടിപ്പിച്ചു വീഴ്ത്തി. ലഹരിമരുന്ന് പരിശോധനയ്ക്കിടെയാണ് സംഭവം. സിവിൽ എക്സൈസ് ഓഫീസർ ജയ്മോന്റെ തലയ്ക്കും താടിയെല്ലിനും പരിക്കേറ്റു. പ്രതി അഞ്ചാമത് സ്വദേശി ഹൈദറെ അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി അർജുൻ PS ഉണ്ട്. അർജുൻ, എപ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവം നടന്നത്? ഈ ഓഫീസറുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? ദിവസമാണ് ഇത്തരത്തിലുള്ള സംഭവം നടന്നത്. അതായത് ബാവലി ചെക്ക് പോസ്റ്റിൽ സാധാരണ ഇത്തരത്തിൽ ചെക്കിംഗ് നടത്തുന്നതാണ്, അല്ലെങ്കിൽ ഈ പരിശോധന നടത്താറുള്ളതാണ്. സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയാണ്. അതേ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന കഴിഞ്ഞ ദിവസവും നടത്തിയത്. ഈ പ്രതി എന്ന് പറയുന്ന ഹൈദർ നിരവധി തവണ ഇതിലൂടെ ഇത്തരത്തിൽ പുകയില വസ്തുക്കളും അടക്കം കടത്തുന്നുണ്ട് എന്നുള്ള ഒരു വിവരം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. മാത്രമല്ല ലഹരി മരുന്ന് അടക്കം കടത്തുന്നുണ്ട് എന്നുള്ള ഒരു വിവരം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. അതേ തുടർന്നാണ് ഈ പ്രദേശത്ത് കൂടുതൽ പരിശോധന നടത്തിയത്. തുടർന്ന് ഇയാൾ വരുന്ന വഴിക്ക് കൈ നീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എക്സൈസ് കൈ നീട്ടി വാഹനം നിർത്താൻ ശ്രമിക്കവേ ഇയാൾ നിർത്താതെ വീണ്ടും ഓടിച്ചു പോവുകയായിരുന്നു. അതിൽ ജയ്മോനെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ടാണ് ഈ വാഹനം പോയത്. ജയ്മോന്റെ തലയ്ക്ക് പരിക്കുണ്ട്. മാത്രമല്ല താടിയെല്ലിന് ചെറിയ പൊട്ടലുണ്ട്. 3 പല്ലുകൾ ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ നില വലിയ സാരമായ പരിക്കല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തിനാൽ തന്നെയും അദ്ദേഹം ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ്. ഈ 5-ാം മൈൽ സ്വദേശിയായ പ്രതി ഹൈദറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്. വയനാട് ബാവലിയിലെ ചെക്ക് പോസ്റ്റിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥനെ വാഹനം ഇടിപ്പിച്ചു വീഴ്ത്തിയത്. ലഹരിമരുന്ന് പരിശോധനയ്ക്കിടെയായിരുന്നു സംഭവം. സിവിൽ എക്സൈസ് ഓഫീസർ ജയ്മോന്റെ തലയ്ക്കും താടിയെല്ലിനുമാണ് പരിക്കേറ്റത്.